ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ത്രോത്ത് കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഓൺ വോയിസ് ഒന്നും ഇടാത്തത്. ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഓരോ റെസിപ്പീസും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് റംലാൻ സ്പെഷ്യൽ ഇന്നത്തെ റെസിപ്പി ഹനീത്താണ്. ഒരു വെറൈറ്റി ടേസ്റ്റും പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതെങ്ങനെ ഉണ്ടാക്കി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വീട്ടിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട ഗ്രാമ്പു, ഏലക്കായ, കുരുമുളക്, നല്ല ജീരകം ഒക്കെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലോണം വറുത്തെടുക്കണം. ഒരു ബ്രൗണിഷ് കളർ ആവുന്ന വരെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം പൊടികൾ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതും നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്, മസാല ഒക്കെ ഒന്ന് കയറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ മസാല വറുത്ത് പൊടിച്ചിട്ട് ആ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചിക്കൻ ക്യൂബ് ഉണ്ടല്ലോ, മാഗി ക്യൂബ്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുത്തതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ വിനേഗിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കന് വേവിക്കാനുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു 2 വിസിൽ വരുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ബാക്കി വന്ന സ്റ്റോക്ക് ഉണ്ടല്ലോ, കുറച്ച് സ്റ്റോക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങോട്ട് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം സവാള, തക്കാളി, ക്യാപ്സിക്കം ഇതൊക്കെ കൂട്ടി നന്നായിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ബ്രൗണിഷ് കളർ ആവുന്ന വരെ നന്നായിട്ട് വഴറ്റിയിട്ട് ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കുക. ബസ്മതി റൈസാണ്, അത് 10 മിനിറ്റ് കുതിർത്തിട്ട് വാർത്ത് വെച്ചതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആ ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് 1 കപ്പ് അരിക്ക് 2 കപ്പ് സ്റ്റോക്ക് അങ്ങനെയാണ് ഒഴിച്ചു കൊടുത്തിട്ട് എടുത്തിരിക്കുന്നത്. അതാണ് മെയിൻ സാധനം കേട്ടോ. ചിക്കൻ്റെ സ്റ്റോക്കിൻ്റെ ബാക്കി വന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. ബാക്കി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ റൈസ് ഇവിടെ 1 വിസിൽ വരെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദമ്മിട്ട് കൊടുക്കാം. അപ്പോൾ ആ പൊരിച്ച് വെച്ച ചിക്കന് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പും ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. അങ്ങനെ നമ്മുടെ ഹനീത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ദമ്മ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സെർവ് ചെയ്യാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്, കിടിലം ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണെന്ന് പറയാം. നല്ല അടിപൊളിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഒരു വെറൈറ്റിയും കൂടിയാണ് കേട്ടോ. വേറെ അഡീഷണൽ മസാലകളോ ഒന്നും ഇടുന്നില്ല. ജസ്റ്റ് ഒരു ആ പൊടി മാത്രമാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, മെയിൻ സാധനം ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ഇടുന്നില്ല. അതുകൊണ്ടാണ് തോന്നുന്നു വേറൊരു ടേസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനിയും ഇതേപോലത്തെ അടിപൊളി റെസിപ്പീസായിട്ട് ഞാനും വീണ്ടും വരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.